ഹായ് മച്ചമ്മരെ, ഇന്ന് പാടിയോട്ചാലിൻ്റെ മണ്ണിലെ റീഗൽ ബേക്കറിയിൽ നിന്നാണ് നമ്മുടെ തുടങ്ങും മുൻപ് 2 പേർക്കായിട്ട് ആശംസകൾ അറിയിക്കാറുണ്ട്. മറ്റാർക്കുമല്ല, സനി മനി, പാടിയോട്ചാലിൻ്റെ മണിമുത്തുകൾ. അവരെ അറിയാത്തവരായി ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അവർക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെയൊരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ ഓവറോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അല്ലേ? അതുകൊണ്ട് ആരും തന്നെ അത് തലചകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, എല്ലാം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം. അങ്ങനെ അധികം സമയമൊന്നും കളയാനില്ലാത്തതുകൊണ്ട് നേരെ വിട്ടു വൈഫൈ ഹൗസിലേക്ക്. ഞാനും കുഞ്ഞപ്പനും ഏട്ടത്തിയും. പുറത്തൊന്നും ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ നേരെ അകത്തേക്ക് കയറി. അച്ഛനും അമ്മയും അവിടെ കാര്യമായിട്ട് എന്തോ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നേരെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നല്ല ഉറക്കം. കുഞ്ഞപ്പൻ കുറേ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എവിടെ, ആംഗ്യ ഭാഷ ആയതുകൊണ്ട് ഉറക്കത്തിലായിരുന്ന വീട്ടിൽ ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ചെക്കനെ അധികം ശല്യം ചെയ്യാതെ കുഞ്ഞപ്പനെയും ജീവനെയും ഏൽപ്പിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ഈ കൊച്ചടുക്കളയിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? ബാ, നമുക്കൊന്ന് നോക്കാം. ആഹാ, ഇവിടെയാണെങ്കിൽ തകർത്ത പരിപാടി നടക്കുവാണ്. ചിക്കനൊക്കെ കഴുകി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് ആരും കാണാണ്ട് ഒരു അടിപൊളി പീസ് എടുത്ത് വെച്ചു. സാധനം കൊള്ളാം, നല്ല കറക്റ്റ് വേവ്. ചോറും ചിക്കൻ ഫ്രൈ ആയിക്കിന് കഴിച്ചപ്പോഴത്തേക്ക് ഇത് ഫ്രൈ ഒക്കെ എടുത്തിട്ട് ഒരു മസാലയിലേക്ക് എടുത്തിട്ട് ഒറ്റയിടും. അങ്ങനെ ആ പ്രതീക്ഷ പോയി. അങ്ങനെ മസാലയൊക്കെ മൊത്തം പിടിപ്പിച്ചപ്പോഴത്തേക്കല്ലേ മനസ്സിലായത് സംഭവം പൊളി സാധനം. അതിൽ കുറച്ച് സോസൊക്കെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ സാറേ അടിപൊളി ചിക്കൻ ചില്ലി, നെയ്ച്ചോറ്. ആട്ടണേ എൻ്റെ അമ്മേ, തലയല്ല. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നതിനിടയിൽ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി നേരെ റൂമിലേക്ക് വന്നു. ചെക്കനത് അവിടെ കണ്ണും തുറന്ന് കിടക്കുവന്നു. ഇതാ ടീച്ചറായി രണ്ടും ഗെയിം കളിയാണ്. രണ്ടിനെയും പൊക്കണം. ഒരു ഹോംവർക്കും രണ്ടും ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഗെയിം കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് രണ്ടും കൂടി വേറെന്തോ പരിപാടി തുടങ്ങി. നെയ്ച്ചോറുള്ളതുകൊണ്ട് ചായ വേണ്ടാന്ന് വെച്ചാണ്. പക്ഷെ നല്ല സ്ട്രോങ് ചായ ആയിരുന്നു. അതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ മനസ്സ് സമ്മതിച്ചില്ല. അങ്ങനെ അച്ഛൻ ചായ സെർവ് ചെയ്യുന്ന തിരക്കിലായപ്പോഴത്തേക്ക് ഇതാ ഇവിടെ തള്ളി മറിക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ. അങ്ങനെ ചായ കുടിയെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ ജീവൻ നേരെ പോയിട്ട് കേക്ക് എടുത്തിട്ട് വരാൻ തുടങ്ങി. എത്ര സമയമായി കാത്തിരിക്കുന്നു അല്ലേ? ഇപ്പോഴും ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു എന്നല്ലാതെ എന്ത് പരിപാടി ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? കേക്ക് ശ്രദ്ധിച്ച് നോക്കിയ ചിലർക്കെങ്കിലും സംഭവം മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അങ്ങനെ എല്ലാവരുടെയും ലക്ഷ്യവും കൊണ്ടുവന്ന കേക്കിലേക്കായി. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരിലും ജനിപ്പിച്ചു. അങ്ങനെ ബോക്സ് പതിയെ കുഞ്ഞപ്പനും ജീവനും കൂടി തുറക്കാൻ തുടങ്ങി. മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് വച്ചേക്കുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിലൊന്നും ആ ഒരു ബോക്സ് തുറക്കാൻ പറ്റില്ല. നമ്മളെ മൊബൈലെല്ലാം അൺബോക്സ് ചെയ്യില്ലേ, അതേപോലെ ജീവൻ ഓരോ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. കട്ടക്ക് സപ്പോർട്ടുമായിട്ട് കുഞ്ഞപ്പനുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നസെൻ്റ് പണ്ട് പറഞ്ഞ പോലെ താഴെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേനരിക്കും എന്നൊരവസ്ഥയിലാണ്. ഇവിടെ ഇങ്ങനെ കേക്ക് മുറി നടക്കുമ്പം നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റുക. അതുകൊണ്ട് ചെക്കൻ കണ്ണും തുറന്നങ്ങനെ കിടക്കുക. അങ്ങനെ കലാപരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കലാപരിപാടിയല്ല, നമ്മളുടെ ഇന്നത്തെ പരിപാടി കേക്ക് കട്ടിങ്. അതിൻ്റെ ആൾ, ആ കേക്കിൻ്റെ ഓണർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോഴും സംശയം ചെക്കൻ്റെ എന്തോ പരിപാടിയാണോ എന്നാണ് അല്ലേ? എന്നാൽ ചെക്കൻ്റെ അല്ല, ചെക്കൻ്റെ അമ്മയുടെ, വീട്ടുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇതിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നത് മറ്റൊന്നുമല്ല, ഹാപ്പി ബർത്ത്ഡേ പൊണ്ടാട്ടി. പൊണ്ടാട്ടിക്കൊരു ഹാപ്പി ബർത്ത്ഡേ.
അപ്പോഴാണ് ഏട്ടത്തി കൊണ്ടുവച്ച ലഡുവിൻ്റെയും മഞ്ചിൻ്റെയും ഒക്കെ കാര്യം മനസ്സിലോർത്തത്. അങ്ങനെ ടേബിൾ കളർഫുള്ളാക്കാൻ വേണ്ടി ജീവൻ നേരെ ഓടിപ്പോയി മഞ്ചും ലഡു ഒക്കെ എടുത്തുകൊണ്ട് വന്നു. സെറ്റ് ചെയ്ത് ആ കേക്കിൻ്റെ കൂട്ടത്തിൽ വെച്ചു. അങ്ങനെ എല്ലാവരും കേക്കിനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. ഇവളാണെങ്കിൽ അത് കട്ട് ചെയ്യുന്നുമില്ല, ക്യാമറ കണ്ടുകൊണ്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. തിന്നെ ഇതൊന്നാണ് തലയും കുത്തിയേക്കുന്നത്, കൊടുക്കുന്നില്ലായിരിക്കും. അങ്ങനെ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കാൻ തുടങ്ങി. റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്കായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാവരും കേക്ക് കഴിച്ചു. എനിക്ക് മാത്രം ആരും തന്നില്ല. ചോദിച്ചു വാങ്ങാനും പറ്റില്ല, പറ്റാതിരിക്കൊന്നുമില്ല, എന്നാലും ചോദിച്ചില്ല. ആരെങ്കിലും തരുമോ നോക്കിയിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒരാളുടെ ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു. ഏട്ടത്തി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആരെങ്കിലും വന്നിട്ട് എന്നോട് വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ കേക്ക് വേണമെന്നോ ചോദിക്കണ്ടേ? ഒരാളും ചോദിക്കുന്നില്ല, ഒരാളും എന്നെ നോക്കുന്നുമില്ല. അവസാനം ഞാൻ തന്നെ എനിക്ക് കേക്കില്ലേ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നോക്കാം, ഒരു 5 മിനിറ്റും കൂടി കിട്ടുമായിരിക്കും അല്ലേ? എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് 2ാം റൗണ്ടിനാന്ന് തോന്നുന്നു. എനിക്കിവിടെ 1ാമത്തെ റൗണ്ട് തന്നെ കിട്ടിയില്ല. കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല, മൊത്തം കുട്ടികളല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് കേക്ക് വേണേന്ന് പറഞ്ഞിട്ട് കരയാൻ പറ്റില്ല. ആയിക്കോട്ടെ, 10 ഇരുന്നവരെ കാത്തിരിക്കാം. ഈ കേക്കിന് ഏതായാലും നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നുമില്ല. എല്ലാവർക്കും കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറയാം, റെഡ് വെൽവെറ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഈ കേക്കിന് നെഗറ്റീവ് ഒന്നും തന്നെ ഉണ്ടായില്ല. നല്ല ടേസ്റ്റായിരുന്നു. അധികം മധുരമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റോ ഒന്നും തന്നെ ഇല്ല. സംഭവം കൊള്ളാം. അങ്ങനെ എല്ലാവരും 2ാം റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും എന്നെ നോക്കാൻ തുടങ്ങിയത്. ഈ ചങ്ങായിക്കൊന്നും കൊടുത്തില്ലല്ലോ. എനക്ക് തരുന്നത് വീഡിയോ എടുക്കണ്ടേ? ഇല്ലെങ്കിൽ തന്നോ, ഞാൻ സെൽഫി ആക്കാം. വന്നോ നീട്ടിട്ട് വന്നു. അങ്ങനെ എന്നെ വീഡിയോ എടുക്കാനോ എനിക്ക് തരുന്നത് വീഡിയോ എടുക്കാനോ ആരും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സെൽഫി ക്യാമറയിൽ മൊത്തം വീഡിയോ കവർ ചെയ്തു. ഇവിടെയാണെങ്കിൽ വീട്ടുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മ അന്താക്ഷരി പാടി കളിക്കുവാന്ന്. കേട്ടോ. അപ്പം ഞാൻ വന്നോടെ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറാണെങ്കിൽ ചിക്കൻ ചില്ലിയേക്കാളും ചിക്കൻ കറി ആയിരിക്കൂലേ ടേസ്റ്റ് ചെയ്യുന്നു അല്ലേ? നെയ്ച്ചോറാകുമ്പം ചിക്കൻ കറിയല്ലേ അതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലേ എല്ലാവരും. അതിനായിട്ടുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയാണ് അമ്മയും അവളും. വാവ്, കാണാൻ കൊള്ളാം. ഹോട്ടലിനെ വെല്ലുന്ന തരത്തിലാണ് ചിക്കൻ ചില്ലി ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ശരിക്കും അടിപൊളി. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ അല്ലേ? പക്ഷെ പറയിപ്പിച്ച പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പറയുന്നില്ല. ഈ ഒരു ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ അത്ര നേരം വീഡിയോഗ്രാഫറായിരുന്നു ഞാൻ. പെട്ടെന്ന് ഈ കുട്ടികളെല്ലാം കളിക്കുന്ന ഒരു ഗെയിമില്ലേ, എന്നതിൻ്റെ പേര് ആംപ്ലിഫയറാ അല്ല, ഫ്രീ ഫയർ. അതേപോലത്തെ അവസ്ഥയുണ്ട്. പ്ലേറ്റ് കൊണ്ടുവെക്കുന്നു, ചോറ് കൊണ്ടുവെക്കുന്നു, ചിക്കൻ കൊണ്ടുവെക്കുന്നു. ശരിക്കും ആ ഗെയിമിൽ തോക്കും പിടിച്ച് പോകുന്നൊരവസ്ഥ തന്നെയാണ് എൻ്റെ സാറ്. ആ ഗ്യാപ്പിലൂടെ ജീവനും കുഞ്ഞപ്പൻ്റെ അമ്മയെല്ലാം കൂടി ഇവിടെ ഭയങ്കര കുളങ്കര കളിയാണ്. രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല, കുളത്തിൽ വീഴുന്നില്ല. അതുകൊണ്ട് കണ്ടിരിക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട. സംഭവം എൻ്റെ രസം ഉണ്ടെങ്കിലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അന്നേരം ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വന്ന് കഴിക്കാൻ വേണ്ടിയില്ല വിളി വരുന്നത്. അങ്ങനെ നേരെ ടേബിളിലേക്ക് പോയിരുന്നു. കുഞ്ഞപ്പൻ അമ്മമ്മേനെ വിളിച്ചാ ഇല്ലല്ല. അങ്ങനെ നാളെ നിങ്ങൾക്ക് പണങ്ങാനുള്ള വകുപ്പായിരിക്കും. അങ്ങനെ എല്ലാവരും ഫുഡ് അടിക്കേണ്ട തിരക്കിലായി.
അതിൻ്റെ ഇടയിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ക്യാമറേൻ്റെ മുമ്പിലേ കൂടി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാമറ കാണുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനെല്ലാം തോന്നുന്നു. ആവട്ടപ്പ, അവളെ ബർത്ത്ഡേ അല്ലേ. എല്ലാവർക്കും വിളമ്പിക്കോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ എൻട്രി. സദ്യ ആവട്ടെ, ബിരിയാണി ആവട്ടെ, എന്തോ ആവട്ടെ, കെങ്കേമനായ പപ്പടത്തിൻ്റെ ആ വരവ് അടിപൊളി. ഇപ്പോഴാണ് ഒരു ഉഷാറായത്. എന്നാൽ പിന്നെ ഒരു പിടി പിടിച്ചേക്കാം അല്ലേ. അങ്ങനെ പപ്പടം കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. ഈവനും കുഞ്ഞപ്പനും ഏട്ടത്തിയും അച്ഛനും എല്ലാവരും. ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ വിളിക്കുന്നില്ല എന്നാരും പേടിക്കണ്ട. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നേരത്തെ വിളിച്ചിന്. പിന്നെ നമ്മുടെ ചെക്കൻ കിടന്നുറങ്ങല്ലേ, അപ്പോൾ അവനങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പാടില്ലല്ലോ. നല്ല ഓനയുടെ സോപ്പിട്ടിട്ട് അവളെയും കൂട്ടിയിട്ട് ഫുഡ് അങ്ങ് അടിച്ച് കയറ്റി. നല്ല കാലിലക്കം ഫുഡായിരുന്നു. നമ്മുടെ കള്ള ഇവനാണെങ്കിൽ ഇവിടെ ഉള്ളി കണ്ടിട്ട് നോക്കുവന്ന്. എന്തേ ഉറങ്ങുന്നൊന്നുമില്ലേ? സമയം എത്രയായി? എങ്ങനെ ഉറങ്ങല്? നമ്മളെല്ലാവരും ഇവിടെ കേക്കും നെയ്ച്ചോറിലടിച്ച് കയറ്റുമ്പോൾ. എന്നാൽ ശരി, ബായ്.